الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരായ മുജദ്ദിദുകളുടെ നവോത്ഥാന നായകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായി മദ്ഹബിൻ്റെ ഇമാമുമാരുടെ ചരിത്രവും അതിൽ നിന്നുള്ള മാതൃകകളുമാണ് നാം വിശദീകരിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെ എല്ലാം ചരിത്രം നാം സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും അതിൽ നിന്നുള്ള സമകാലിക മാതൃകകളും പാഠങ്ങളുമാണ് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, യഥാർത്ഥ ഉലമാക്കൾ എപ്രകാരമാണെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറ അൽ ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുടക്കത്തിൽ ഓതി വെച്ചത്. ആ വചനത്തിൽ നിന്ന് നാം ഇപ്രകാരം വായിക്കുന്നു, നമുക്ക് ഇപ്രകാരം ഓതാൻ കഴിയും: ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അല്ലാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് പണ്ഡിതന്മാർ. അള്ളാഹിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ആലിമുകൾ. യഥാർത്ഥ ഉലമാഇനെ സംബന്ധിച്ചാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്. ഭൗതികമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുന്യവി പ്രചോദനങ്ങളിൽ ഐഹികമായ മോട്ടിവേഷനുകളെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാം പണ്ഡിതന്മാരിലും. പക്ഷേ യഥാർത്ഥ പണ്ഡിതനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് അവനെ അറിഞ്ഞ ജ്ഞാനികളായ യഥാർത്ഥ പണ്ഡിതന്മാർ എന്നാണ്.
ആ പണ്ഡിതന്മാർ അവരെ മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാം വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ വരുന്ന യഥാർത്ഥ ആലിമുകളെ ഈസ അലൈഹിസ്സലാം വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ അലൈഹിസ്സലാം പറയാണ്, ഉലമാഉൻ ബററത്തുൻ അത്ഖിയാ കഅന്നഹും മിനൽ ഫിഖ്ഹി അംബിയാ. ഉലമാഉൻ അവരൊരു കൂട്ടം പണ്ഡിതന്മാരാണ്. ഉലമാ അങ്ങേയറ്റം സഹനശേഷിയുള്ള പണ്ഡിതന്മാർ. ബററത്തുൻ പുണ്യാളന്മാരായ പുണ്യം ചെയ്യുന്ന പണ്ഡിതന്മാർ. അത്തഖിയാഉ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ. കഅന്നഹും മിനൽ ഫിഖ്ഹി അംബിയാ അവരെ പാണ്ഡിത്യത്തിൽ പ്രവാചകന്മാരെ പോലെയാണ്. പ്രവാചകന്മാരെ പോലെ പാണ്ഡിത്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന തഖ്വയുള്ള പുണ്യാളന്മാരായ സഹനശേഷിയുള്ള പണ്ഡിതന്മാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച്, ഉലമാഇനെ സംബന്ധിച്ച് പ്രവാചകൻ ഈസ അലൈഹിസ്സലാം വിശദീകരിക്കുന്ന വാക്കുകളാണ് സഹോദരങ്ങളെ. അത്തരം പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായിരുന്നു, അതല്ലെങ്കിൽ പ്രഗത്ഭരിൽ ഒരാളായിരുന്നു മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹിജ്റ വർഷം 93 മദീനയിൽ ജനിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിയോഗം നടന്ന വർഷത്തിലായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനനമെന്ന്. അതുപോലെ ഒരു യാദൃശ്ചികത നമുക്ക് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. സ്വഹാബി വര്യനായിരുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. പ്രവാചകന്റെ ഖാദിമായിരുന്നു, പരിചാരകനായിരുന്നു. എപ്പോഴും പ്രവാചകന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞനസ്, ഉനൈസ് എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസിനെ വിളിച്ചിരുന്നത്. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം നടന്ന വർഷത്തിലായിരുന്നു, അതായത് ഹിജ്റ 93 വർഷത്തിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം നടന്ന വർഷത്തിലായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്നൊരു അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു വീക്ഷണമാണത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് വേറൊരു അനസായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും അനസ് എന്നായിരുന്നു, അനസ് ഇബ്നു മാലിക് എന്ന. അത് വേറൊരു അനസ്. അദ്ദേഹം സ്വഹാബിയായിരുന്നില്ലെങ്കിലും വലിയ പണ്ഡിതനായിരുന്നു. ഇമാം സുഹരി അടക്കം പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അനസ് റഹിമഹുല്ലയിൽ നിന്ന്, അതായത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അനസിൽ നിന്ന് ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. ഇമാം സുഹരി അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ. ആ അനസ് റളിയല്ലാഹു അൻഹുവാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന പിതാവാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ദീനീ ജ്ഞാനം നേടാനുള്ള ധാരാളം പ്രചോദനങ്ങൾ നൽകിയത്. വലിയ പ്രേരണ പിതാവിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പിൽക്കാലത്ത് മദ്ഹബിന്റെ ഇമാമുമാരിൽ പ്രഗത്ഭനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പണി ഇങ്ങനെ കുറെ പ്രാവുകളെ വളർത്തുന്ന ജോലിയായിരുന്നു. കുറെ പ്രാവുകളെ വളർത്തി പരിപാലിച്ച് പല കുട്ടികളും ചെയ്യുന്നത് പോലെ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പിതാവ് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനോടും ദീനിയായൊരു വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. വളരെ സമർത്ഥനായി ജ്യേഷ്ഠ സഹോദരൻ അതിന്റെ മറുപടി പറഞ്ഞു. പക്ഷേ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ മറുപടി അറിയില്ലായിരുന്നു. പിതാവ് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാവുകളുടെ പിന്നാലെ നടന്നോ, കാര്യങ്ങളൊന്നും പഠിക്കാതെ നീ പ്രാക്കളുടെ പിന്നാലെ നടന്നോ എന്ന രീതിയിൽ പിതാവ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിനൊരു വാശിയായി, പഠിക്കണം എന്നുള്ള ഒരു ചിന്തയായി. അങ്ങനെയാണ് അദ്ദേഹം പറയുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത് കേട്ട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ അറിവ് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്.
അങ്ങനെ പറഞ്ഞ് അദ്ദേഹം നേരെ പോയത് ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതനും മുഹദ്ദിസുമെല്ലാമായിരുന്ന ഇബ്നു ഹുർമുസ് റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന സദസ്സിലേക്കാണ്. ഇബ്നു ഹുർമുസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ താബിഈ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്. ആ കാലഘട്ടത്തിൽ ഇബ്നു ഹുർമുസ് റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന സദസ്സിലേക്ക് ഉടനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ രക്ഷിതാക്കൾ ഒരു പ്രചോദനമായി കുഞ്ഞുങ്ങൾക്ക് മാറണം. വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞേക്കാൻ പ്രേരിപ്പിക്കാനുള്ള ഒരു പ്രചോദനം, ഒരു പ്രേരണ, ഗൗരവത്തിലുള്ള പ്രേരണകൾ തന്നെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാരാക്കി നമ്മുടെ മക്കളെ നമുക്ക് മാറ്റാൻ സാധിക്കില്ലെങ്കിൽ പോലും സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിവഴിച്ചു പോകാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോവാൻ പാടില്ല. അതിനാവശ്യമായ ദീനീ വിജ്ഞാനം രക്ഷിതാക്കൾ, അതിനുള്ള പ്രേരണ കുഞ്ഞുങ്ങൾക്ക് നൽകണം. അതിനാവശ്യമായതെന്തോ അത് രക്ഷിതാക്കൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നത്, സന്താനങ്ങൾ നശിച്ചു പോകുന്നത് രക്ഷിതാക്കളുടെ അവഗണന കൊണ്ടാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നമാ ജാഅ ഫസാദുൽ ഔലാദി ബിഇഹ്മാലി ആബാഇഹിം വതർകിഹിം തഅലീമദ്ദീനി വഫറാഇലഹു വസുനനഹു. മക്കൾ നശിച്ചു പോകുന്നത് അവരുടെ മാതാപിതാക്കളുടെ അവഗണന കൊണ്ടാണ്. ദീനീ വിദ്യാഭ്യാസം നൽകുന്നില്ല. ദീനിലെ നിർബന്ധ കാര്യങ്ങളും ഐച്ഛിക കാര്യങ്ങളും എന്താണെന്ന് മക്കൾക്ക് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ മാതാപിതാക്കളുടെ അവഗണന കൊണ്ടാണ് സന്താനങ്ങൾ നശിച്ചു പോകുന്നതെന്ന് ഇമാം മാലിക് റളിയല്ലാഹു ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അധപ്പതിച്ച് പോവാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവ് ഓരോ സന്താനങ്ങൾക്കും നൽകാനുള്ള പ്രേരണകളും പ്രചോദനവുമായി മാറാൻ രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് സാധ്യമാവണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു പണ്ഡിതനിൽ നിന്ന് മാത്രമല്ല പഠിച്ചത്. അദ്ദേഹം കർമ്മശാസ്ത്ര കാര്യങ്ങൾ കാര്യമായി പ്രാഥമികമായി പഠിച്ചത് റബീഅ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ആ കാലത്തെ പ്രസിദ്ധനായ മറ്റൊരു പണ്ഡിതനായിരുന്നു റബീഅ റളിയല്ലാഹു അൻഹു. പിതാവ് മാത്രമല്ല, മാതാവും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിജ്ഞാന വഴിയിലേക്ക് ധാരാളം പ്രോത്സാഹിപ്പിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്, അറിവ് തേടി പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ കുളിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്തതിന് ശേഷം ഉമ്മ എനിക്ക് സുഗന്ധം പുരട്ടി തന്നു. തൊപ്പിയും തലപ്പാവും അണിയിച്ചുകൊണ്ട് എന്നോട് എന്റെ മാതാവ് പറഞ്ഞു, നീ റബീഅ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിജ്ഞാന സദസ്സിലേക്ക് എത്തിയാൽ അറിവ് മാത്രമല്ല നേടേണ്ടത്, മറിച്ച് അറിവിനോട് അദ്ദേഹം കാണിക്കുന്ന മര്യാദയും ബഹുമാനവുമാണ് നീ സ്വായത്തമാക്കേണ്ടത്. നീ റബീഅയുടെ വിജ്ഞാന സദസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഇൽമ മാത്രം നേടിയാൽ പോരാ, മറിച്ച് ഇൽമിനോട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആദരവും ബഹുമാനവുമുണ്ട്. അതുകൂടി സ്വായത്തമാക്കാൻ നിനക്ക് സാധ്യമാവണം. ഒരുപക്ഷെ ആധുനിക യുഗത്തിലെ വലിയ വിദ്യാഭ്യാസ ആശയങ്ങളിൽ, സന്ദേശങ്ങളിൽ ഒന്ന് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ ഈ വചനത്തെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. Learn from your teacher his manners before you learn from him his knowledge. നിന്റെ അധ്യാപകനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിജ്ഞാനം നുകരുന്നതിന്റെ മുമ്പ് അയാളുടെ പെരുമാറ്റം, അയാളുടെ സ്വഭാവം സ്വായത്തമാക്കാൻ നിനക്ക് സാധ്യമാവണം. അതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് അതിന് സാധിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ അറിവുള്ള ആളുകളുടെ അടുക്കൽ മാത്രം പഠിപ്പിച്ചാൽ പോരാ. അറിവിനോടൊപ്പം നല്ല പെരുമാറ്റമുള്ള, നല്ല സ്വഭാവമുള്ള ആളുകളുടെ, അധ്യാപകരുടെ അടുക്കൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന വലിയൊരു വിദ്യാഭ്യാസ സന്ദേശം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ലോകത്തോട് പങ്കുവെക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറിവിനോടൊപ്പം മര്യാദയും പ്രധാനമാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ നവലിബറലിസവും അതുപോലെ തന്നെ യുക്തിവാദ ചിന്തകളുമൊക്കെ സമൂഹത്തെ, വിശേഷിച്ചും വിദ്യാർത്ഥികളെയും യുവാക്കളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദബോടുകൂടിയുള്ള ഇൽമ്, അത് രണ്ടും ചേർന്നത് നമ്മുടെ യുവാക്കൾക്ക് വളരെ അനിവാര്യമാണ്.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ ലിവലദിൻ മിൻ നഹലിൻ മിൻ അദബിൻ ഹസനിൻ. ഒരു പിതാവും ഒരു രക്ഷിതാവും തന്റെ കുട്ടിക്ക് ഒരു സമ്മാനവും നൽകുന്നില്ല. ഏറ്റവും ഉത്തമമായ സമ്മാനം എന്താണ്? നല്ല മര്യാദ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല അദബ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വല്ലാത്ത അദബായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അദബ് എന്ന് പറയുന്നത്. അദ്ദേഹം ഗുരുവര്യന്മാരിൽ നിന്ന്, മശായിഖിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള അദബ്, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കൽപ്പന അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുകയായിരുന്നു. ഹദീസ് പറയാൻ അദ്ദേഹം വുളുവെടുത്തുകൊണ്ടല്ലാതെ അത് ചെയ്യാറുണ്ടായിരുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഹദീസ് പറയില്ല. ഒരാൾ വന്ന് ഹദീസ് ചോദിക്കുകയാണെങ്കിലും ആ സഹോദരനോട് ഇരിക്കാൻ പറയും. ഇരുന്ന് ശാന്തമാക്കിയിട്ട് മാത്രമേ എഴുന്നേറ്റ് നിൽക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് പറയാറുണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിജ്ഞാനത്തോട്, വിശേഷിച്ചും ഹദീസ് വിജ്ഞാനത്തോട് വല്ലാത്ത ആദരവും ബഹുമാനവുമായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്. വുളുവില്ലാതെ ഒരു ഹദീസ് പോലും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾ നിവേദനം ചെയ്യുകയും സ്വന്തം കൈപ്പട കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വുളുവില്ലാതെ ഒരു ഹദീസ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ആരെങ്കിലും സ്വഹീഹായ ഹദീസ് തേടി തന്റെ വീടിന് പുറത്തു വന്നാൽ അദ്ദേഹം ആദ്യമായി വുളു ചെയ്യുകയാണ്. വുളു ചെയ്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശി മാത്രമേ വന്നയാൾക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തിരുന്നുള്ളൂ. മസ്ജിദ് നബവിയിൽ ഹദീസ് ദർസുകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും ഇതേ രീതി തന്നെയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവലംബിച്ചിരുന്നത്. വുളു എടുത്തുകൊണ്ട് നല്ല വസ്ത്രവും സുഗന്ധവും ഒക്കെ പൂശിക്കൊണ്ടായിരുന്നു ഹദീസ് ദർസുകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. വുളു എടുത്തുകൊണ്ട് അത് ചെയ്യാം. അത് നിർബന്ധമുള്ള സംഗതിയല്ല. ഒരാൾക്ക് ഹദീസ് പറയണമെങ്കിൽ വുളു ഇല്ലാത്ത അവസ്ഥയിലും അത് പറയാവുന്നതാണ്. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആദാബ് എല്ലാവർക്കും ഉയർന്ന മാതൃക നൽകുന്നതായിരുന്നു എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, വകുല്ലു ഹാദാ മിൻ തൗഖീരി ഹദീത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇമാം മാലിക്കിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഒരു നിർബന്ധമായ കാര്യം എന്ന നിലക്കല്ല ചെയ്യുന്നത്, മറിച്ച് പ്രവാചകന്റെ ഹദീസുകൾ ആദരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്യുന്ന ഐച്ഛികമായ കാര്യങ്ങളായിരുന്നു ഇതെല്ലാമെന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അറിവിനോടും ദീനിനോടും നമ്മുടെ മുൻഗാമികൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഗൗരവത്തിലുള്ള ഒരു സമീപനമുണ്ട്. ആ സമീപനമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഖുർആനും ഹദീസും ഇസ്ലാമിക ചരിത്രവുമൊന്നും നമ്മൾ ഉറങ്ങിത്തൂങ്ങി പറയേണ്ട കാര്യങ്ങളല്ല, ഉറങ്ങിത്തൂങ്ങി കേൾക്കേണ്ട കാര്യങ്ങളുമല്ല. ഉണർവോടുകൂടി, ജാഗ്രതയോടുകൂടി പറയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ഏറ്റവും ഉണർവോടുകൂടി പറയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണ് ഖുർആനും ഹദീസും ഇസ്ലാമിക ചരിത്രവുമെല്ലാം. ഒരിക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു തേള് വന്ന് അദ്ദേഹത്തെ കുത്തിയെന്ന ചരിത്രം. അദ്ദേഹം ഹദീസ് വിശദീകരിക്കുന്നത് തുടരുകയാണ്. നല്ല വേദനയുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്. പക്ഷെ അദ്ദേഹം നിർത്തുന്നില്ല, ഹദീസ് വിശദീകരിക്കുന്നത് തുടരുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോ ശിഷ്യന്മാരെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ തേള് വന്ന് കുത്തിയിട്ടും താങ്കളെ ഹദീസ് പറയത് നിർത്താതിരുന്നത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, കരിഹ്തു അൻ അഖ്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പാതി വഴിയിൽ നിർത്തുന്നത് ഞാൻ വെറുക്കുന്നു. സഹോദരങ്ങളെ, വിജ്ഞാനത്തോടുള്ള സ്നേഹം മാത്രമല്ല, ഹദീസിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. പ്രവാചകനോടുള്ള ആദരവിന്റെ, ബഹുമാനത്തിന്റെ ഭാഗമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാം, കാന യംശി ഹാഫിയൻ ഫീ മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ശിദ്ദത്തി ഇഹ്തിറാമിഹി വ തഅലീമിഹി ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നടക്കാറുണ്ടായിരുന്നില്ല. മദീനയിലൂടെ നടക്കുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നില്ല. റസൂലിനോടുള്ള ആദരവിനാൽ, റസൂലിനോടുള്ള ബഹുമാനത്താൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതായിരുന്നു മഹാനവറുകളുടെ ജീവിതം എന്ന് പറയുന്നത്. മദീന നഗരത്തിൽ അദ്ദേഹത്തിന്റെ
മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല. വാഹനപ്പുറത്ത് അദ്ദേഹം മദീന നഗരത്തിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന മണ്ണിലൂടെ അങ്ങനെ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. മദീനയിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കുന്നതിനോ ആ മണ്ണിലൂടെ മൃഗങ്ങളുടെ പുറത്തോ മറ്റ് രീതികളിലോ യാത്ര ചെയ്യുന്നതിനോ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഒരു വിലക്കുമില്ല. അതൊന്നും തെറ്റായ കാര്യമായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പ്രവാചക സ്നേഹത്തിലും പ്രവാചകനോടുള്ള ആദരവിലും അപൂർവമായ ഒരു അനുഭവത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ചും ഈ വിഷയങ്ങൾ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. പക്ഷേ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അദ്ദേഹത്തിന്റെ ആദരവ്, വിജ്ഞാനത്തോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനം, ഖുർആനോടും ഹദീസിനോടുമുള്ള അദ്ദേഹത്തിന്റെ ജാഗ്രത, ഒരു ഘട്ടത്തിൽ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന കാലഘട്ടത്തിലെ ഭരണാധികാരി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതായത് മക്കളെ പഠിപ്പിക്കാൻ അമീനും മഅ്മൂനുമാണ്, അവരും പിൽക്കാലത്ത് ഭരണാധികാരികളായിട്ടുണ്ട്. അമീനെയും മഅ്മൂനെയും പഠിപ്പിക്കാൻ വീട്ടിൽ വരണമെന്ന ഹാറൂൻ റഷീദ് പറഞ്ഞത്. പക്ഷേ ഹാറൂൻ റഷീദിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, വിജ്ഞാനം അങ്ങോട്ട് വരില്ല, വിജ്ഞാനം വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. വീട്ടിൽ വന്നുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം എന്ന് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഭരണാധികാരി പറഞ്ഞപ്പോ ഭരണാധികാരിയോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇൽമു ലാ യഅതി വലാകിൻ യുഅത, വിജ്ഞാനം അങ്ങോട്ട് വരില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒരുപക്ഷേ ഇത് പറയുമ്പോൾ ഇതല്പം അഹങ്കാരത്തിന്റെ വർത്തമാനമാണോ എന്ന് ചിലർക്ക് തോന്നിയേക്കും. പക്ഷേ അതല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തെ ആദരിക്കാൻ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു കാലത്തോടു കൂടി ചരിത്രം മാറുന്നുണ്ട്. അതായത് വിജ്ഞാനം കൂടുതൽ ജനകീയമായി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, ഭരണാധികാരികൾ വരെ വന്നിരുന്നു. മദീനയിൽ വിജ്ഞാന സദസ്സ് നടത്തുമ്പോൾ അവിടെ ഭരണാധികാരികൾ വരെ വന്നിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വിജ്ഞാനത്തെ ആദരിക്കുവാൻ, അറിവിനെ ആദരിക്കുവാൻ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ എല്ലാ ചരിത്രവും തജ്ദീദിന്റെ ചരിത്രം എന്ന നിലക്കാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ചരിത്രം മുഴുവൻ. അല്ലാഹു തആല എല്ലാ സമൂഹങ്ങളിലും എല്ലാ നൂറ്റാണ്ടുകളിലും നവോത്ഥാന നായകന്മാരെ നിയോഗിക്കുമെന്ന ആ നവോത്ഥാന നായകന്മാരുടെ ചരിത്രം എന്ന നിലക്കാണ് ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇപ്പോൾ ഇമാം മാലിക്കിനി, അടുത്ത ആഴ്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇവരുടെ എല്ലാം ചരിത്രം നമ്മൾ വിശദീകരിക്കുന്നത്. എന്തു തജ്ദീദായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിർവഹിച്ചതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ വൈജ്ഞാനികമായ തജ്ദീദായിരുന്നു അതിൽ പരമപ്രധാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ചരിത്രത്തോടുകൂടി, ഖിലാഫത്തോടുകൂടി ഇസ്ലാമിക സമൂഹത്തിൽ കാതലായ പല മാറ്റങ്ങളും വന്നു. അതിൽപ്പെട്ട ഒരു മാറ്റമായിരുന്നു ഖിലാഫത്തിന്റെ ആസ്ഥാനം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് മാറി എന്നുള്ളത്. അതുപോലെ തന്നെ അമവികളുടെ ആഗമനത്തോടുകൂടി ഖിലാഫത്തിന്റെ ആസ്ഥാനം ദമസ്കസിലേക്കും മാറ്റപ്പെട്ടു. പിൽക്കാലത്ത് കൂഫയും ഡമസ്കസും എല്ലാം ചേർന്നുള്ള ഭരണങ്ങളായിരുന്നു, രാഷ്ട്രീയ ദൗത്യങ്ങളായിരുന്നു ഖലീഫമാർ നിർവഹിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നതോടെ മക്കയ്ക്കും മദീനയ്ക്കുമുള്ള മതപരമായ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. അതുകൊണ്ട് മദീനയുടെ മതപരമായ പ്രാധാന്യം പ്രത്യേകമായിട്ട് ഊന്നിപ്പറയുന്നതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രവുമെന്ന് ചരിത്രം വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്, അദ്ദേഹം മരണപ്പെട്ടതും മക്കയിലാണ്. പക്ഷെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ സേവകനുമായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് മദീനയിൽ വരുന്നുണ്ട്. ആ സ്വഹാബിയുടെ പേര് നാഫി മൗല ഇബ്നു ഉമർ എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യനായിരുന്ന നാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച കൂട്ടത്തിൽ നാഫി റളിയല്ലാഹു അൻഹുവിൽ ദീർഘമായ സമയമെടുത്ത് പഠിച്ചു എന്നാണ്. മദീനയിലെ പ്രഗൽഭനായ പണ്ഡിതനായിരുന്നു. അങ്ങനെയാണ് ഇമാമു ദാറുൽ ഹിജ്റയിലെ മദീനയിലെ പണ്ഡിതൻ
മദീനയുടെ നിലപാടുകളിൽ ഊന്നി ഫിഖ് പറയുന്ന പണ്ഡിതൻ എന്നെല്ലാം നമുക്കതിന് വിശദീകരണം നൽകാൻ സാധിക്കുന്നതാണ്. പ്രവാചക നഗരിയായ മദീനയിൽ വെച്ച് തന്നെ മരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം പുറത്തു പോവില്ല. ആകെ കൂടി അദ്ദേഹം പുറത്തു പോയത് ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലേക്ക് മാത്രമായിരുന്നു. കാരണം പുറത്തു പോകുന്ന ഘട്ടത്തിൽ മരണപ്പെട്ടാലോ എന്നുള്ള ആശങ്കയായിരുന്നു. മദീനയിൽ തന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മനിസ്തതാഅ യമൂത ബിൽ മദീന ഫൽയമുത് ബിഹാ. ആർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ സാധിക്കുമെങ്കിൽ മദീനയിൽ തന്നെ മരിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. മദീനയിൽ മരിക്കുന്നയാൾക്ക് ഞാൻ പ്രത്യേക ശുപാർശ നടത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മദീനയുടെ ഈ പ്രാധാന്യം ഇമാം മാലിക് മനസ്സിലാക്കുകയും അതൊരു നിലപാടായി ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കിതാബിന്റെയും സുന്നത്തിന്റെയും കൂടെ മറ്റ് പ്രമാണങ്ങളുടെ കൂടെ മദീനാവാസികളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഫിഖ് ആയിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ തജ്ദീദിന്റെ, അദ്ദേഹത്തിന്റെ നവോത്ഥാന ദൗത്യത്തിന്റെ വേറിട്ട സ്വഭാവങ്ങളായിരുന്നു, വേറിട്ട കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. മദീനയല്ലാത്ത പ്രദേശങ്ങളിൽ ആദർശങ്ങളിൽ പോലും പല കലർപ്പുകളും ബിദ്അത്തുകളും കടന്നുകൂടി എന്നുള്ളതാണ്. അഖീദയിൽ പോലും ബിദ്അത്തുകളുടെ കലർപ്പുകൾ മദീനയല്ലാത്ത പ്രദേശങ്ങളിൽ കടന്നുകൂടി. ഷിയാക്കൾ, ഖദരിയാക്കൾ, ജബരിയാക്കൾ തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം, തുടങ്ങിയ അവാന്തര വിഭാഗങ്ങളെല്ലാം കൂഫ, ബസ്ര, ഷാം, ഖുറാസാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വളരെ ശക്തമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. ഷിയാക്കളും ജബരിയാക്കളും അതുപോലെ ഖദരിയാക്കളും കൂഫ, ബസ്ര, ഷാം, ഖുറാസാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ മദീനയിൽ അവരുടെ പ്രവർത്തനം കാര്യമായി സ്വാധീനിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയ ആ ദീനിന്റെ പൂർണ്ണമായ ചൈതന്യം മദീനാവാസികളിൽ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ഒരവസ്ഥ വിശേഷിച്ചും അങ്ങനെയായിരുന്നു. ബിദ്അത്തുകൾ കലരാത്ത മതനിലപാടുകൾ സ്വീകരിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് മദീനയിലെ നിലപാടുകൾക്ക്, മദീനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക്, അത് കർമ്മശാസ്ത്ര രൂപീകരണത്തിൽ അതിന് പ്രാമാണികത പോലും നൽകിക്കൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നവോത്ഥാനത്തെ, അദ്ദേഹത്തിന്റെ തജ്ദീദിനെ അവതരിപ്പിച്ചത് ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രേരണയാണ്. കുല്ലു മുഹദ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. മതത്തിൽ പുതുതായിട്ട് നിർമ്മിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അത് വഴികേടാണ്. എല്ലാ വഴികേടും നരകത്തിലേക്കാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകള് തന്റെ നിലപാടുകളിലൂടെ പൂർണ്ണമായും അന്വർത്ഥമാക്കുകയായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന് കാണാൻ സാധിക്കുന്ന. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ നിലപാടുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. കാരണം ബിദ്അത്തുകളെ സുന്നത്തായും ബിദ്അത്തുകൾ ചെയ്യുന്നവരെ സുന്നത്ത് ചെയ്യുന്നവരായും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കലർപ്പിന്റെ, ബിദ്അത്തിന്റെ ഒരു ദീനിനെ സമൂഹത്തിൽ ശരിയായ ദീൻ എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വികലമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് നമ്മൾ കാണുന്നു നേർച്ചകളും ഉറൂസുകളും അതുപോലെ തന്നെ ചന്ദനക്കുടമടക്കമുള്ള അനാചാരങ്ങൾ, ബിദ്അത്തുകൾ. അതിനെ ദീനിന്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കുക മാത്രമല്ല, അതിനെ സാംസ്കാരിക ഉത്സവങ്ങളാക്കി ഭരണകൂടങ്ങൾ പോലും ഏറ്റെടുക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൈകൊണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത വിശ്വാസികൾ എപ്പോഴും കൈകൊള്ളണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ല യരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ഹുജ്രിഹാ. നിശ്ചയം സത്യവിശ്വാസം മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ഈമാനും ദീനും മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ഒരു പാമ്പ് എപ്രകാരമാണോ അതിന്റെ മാളത്തിലേക്ക് ഇഴഞ്ഞ് ഇഴഞ്ഞ് മടങ്ങിയെത്തുന്നത്, അതുപോലെ മദീനയിലേക്ക് വിശ്വാസം മടങ്ങുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ഭൗതികമായ സാഹചര്യങ്ങൾ
ഏതൊക്കെ രീതിയിൽ മാറി വന്നാലും ബൗദ്ധികവും മതപരവുമായ ഇസ്ലാമിന്റെ കേന്ദ്രം മക്കയും മദീനയുമാണെന്ന് ഊന്നിപ്പറയുന്നതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടക്കുന്ന അനാചാരങ്ങളിൽ പലതും മക്കയിലും മദീനയിലും ഇല്ല എന്നത് തന്നെയാണ്, അത് അനാചാരങ്ങളാണ്, ബിദ്അത്തുകളാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, പക്ഷേ അതും പ്രധാനപ്പെട്ട ഒരു ന്യായമാണ്. സഹോദരങ്ങള്, ബിദ്അത്തുകൾക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ കൈകൊള്ളുന്നതോടൊപ്പം തന്നെ വിശാലത കൈകൊള്ളേണ്ടുന്ന ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിലപാടുകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ വിശാലതയോടെ കൂടുതൽ ഉദാരമായ സമീപനം സ്വീകരിക്കുവാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായിരുന്നു എന്നുള്ളതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യമായൊരു ഗ്രന്ഥം ക്രോഡീകരിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയായിരുന്നു ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥമെന്ന് ഇമാം ഷാഫിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച. ഈ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം മദീനയിൽ അന്നുണ്ടായിരുന്ന 70ഓളം പണ്ഡിതന്മാരെ കാണിക്കുകയും അവരെല്ലാവരും ആ ഗ്രന്ഥത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുന്ന ശാഖാപരമായ വൈവിധ്യങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മുസ്ലിം ലോകത്തെ മുഴുവൻ മുവത്തയിലൂടെ ഏകീകരിക്കണം എന്നൊരാഗ്രഹം അബ്ബാസി ഭരണാധികാരികളിൽ ചിലർക്കുണ്ടായി. ഇനി ശാഖാപരമായ വൈവിധ്യങ്ങളൊന്നും വേണ്ട, എല്ലാ പ്രദേശങ്ങളെയും മുസ്ലിങ്ങൾ മുവത്ത അനുസരിച്ച് ജീവിക്കണം, മുവത്തയിൽ ഉള്ളതുപോലെ പ്രവർത്തിക്കണം. ഇതായിരുന്നു അബ്ബാസി ഭരണാധികാരികളുടെ ആഗ്രഹം. അവരാഗ്രഹം പലപ്പോഴും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. അബൂ ജഅഫറിന്റെ മകൻ മഹദി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ രചിക്കുന്ന ഗ്രന്ഥം അവലംബിക്കാൻ ഞാൻ ജനങ്ങളെ നിർബന്ധിപ്പിക്കാം. ഞാൻ ഭരണാധികാരിയാണ്, ഞാൻ നിർബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ മാർഗമില്ലല്ലോ. അതുകൊണ്ട് ഭരണാധികാരി പറഞ്ഞു, മഹദി പറഞ്ഞു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, ഈ മുവത്ത നിങ്ങൾ രചിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരൊക്കെ പിന്നെയാണ് ഇട്ടത്, നിങ്ങൾ രചിക്കുന്ന ഗ്രന്ഥം അത് നിർബന്ധമായും ഏറ്റെടുക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാൻ ജനങ്ങളെ നിർബന്ധിപ്പിക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വേണ്ട, ഈ മഗ്രിബ് പ്രദേശത്തിന് മാത്രം മതി ഈ ഗ്രന്ഥം. നമ്മുടെ ഈ പ്രദേശമുണ്ടല്ലോ, ഈ പ്രദേശത്തിന് മാത്രം മതി ഈ ഗ്രന്ഥം. ഷാമിൽ ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയുണ്ട്. അതേപോലെ ഇറാഖ് നിവാസികൾ അവര് മറ്റൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ ഇസ്ലാമികമായിട്ട് ശാഖാപരമായ വിഷയങ്ങളിൽ കൈകൊള്ളുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അവർ മുന്നോട്ട് പോവട്ടെ. ഹാറൂൻ റഷീദ് ഭരണാധികാരിയായപ്പോ ഹാറൂൻ റഷീദും ഇതേ കാര്യം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മുവത്ത നമുക്ക് കഅബാലയത്തിൽ കെട്ടിത്തൂക്കാം, കഅബാലയത്തിൽ മുവത്ത നമുക്ക് കെട്ടിത്തൂക്കാം, എന്നിട്ട് ജനങ്ങളോടെല്ലാം അത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കാം. എന്താണ് സഹോദരങ്ങളെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ശാഖാപരമായ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പുലർത്തുന്ന ആളുകളാണ്. ആ സ്ഥിതിയിലായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ പടർന്ന് പന്തലിച്ചത്. ഒന്നുകൂടി നമ്മൾ വിശദീകരിക്കുമ്പോ പ്രവാചകന്റെ സ്വഹാബിമാരിൽ ബിസ്മി ഉറക്കെ ഓതുന്നവരും ഓതാത്തവരും, പ്രഭാത നമസ്കാരത്തിന് കുനൂത്ത് നിർവഹിക്കുന്നവരും അല്ലാത്തവരും ഒക്കെയായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അവസ്ഥയിലാണ് ലോകത്തിന്റെ മുക്കുമൂലകളിൽ അവർ പടർന്നു പന്തലിച്ചത്. അതുകൊണ്ട് അവരെ എല്ലാവരെയും ഒരേ അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരണം എന്ന വീക്ഷണത്തോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതായിരുന്നു. ശാഖാപരമായ ഫുറൂഹിയായിട്ടുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ കൈകൊള്ളാനുള്ള ഒരു സാഹചര്യം ഇസ്ലാമിക ലോകത്ത് എന്നെന്നും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നത് തന്നെയായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈജ്ഞാനിക മേഖലയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച സത്യസന്ധത, ഇതിലൊക്കെ വലിയ മാതൃക ലോകത്തിന് എന്നെന്നും നിലനിൽക്കുകയാണ്. ഒരിക്കൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി 40 ചോദ്യങ്ങൾ ചോദിച്ചു എന്ന 40 ചോദ്യങ്ങളിൽ 32 ചോദ്യങ്ങൾക്കും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ എന്ന. ഇമാം മാലിക് 23-ാമത്തെ വയസ്സിൽ തന്നെ ഫത്വ നൽകാൻ തുടങ്ങിയതാണ്. അതിനു മുമ്പും ഫത്വ നൽകാൻ തുടങ്ങി എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഏതായാലും അത്രയ്ക്ക് പ്രഗത്ഭനായ ഒരു പണ്ഡിതനോട് 40 മസ്അലകൾ 40 പ്രശ്നങ്ങൾ ചോദിച്ചപ്പോ ആ 40-ൽ 32 ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ലാ അദ്രി എന്ന, എനിക്കറിഞ്ഞുകൂടാ.
വേറൊരാൾ 1 മാസം യാത്ര ചെയ്ത് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ചോദിച്ചു, 1 മാസം യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ചൊന്നുമല്ല ഞാൻ വന്നത്. എന്റെ നാട്ടുകാർ ലോകം കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ ഒരാൾ എന്ന നിലക്കാണ് എന്നെ താങ്കളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ മറുപടിയോ എനിക്കറിഞ്ഞുകൂടാ എന്ന് ഞാൻ എന്താ എന്റെ നാട്ടുകാരോട് പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടുകാരോട് പറയണം, ഇമാം മാലിക്കിന് ആ ചോദ്യത്തിന്റെ മറുപടി അറിഞ്ഞുകൂടാ. അതാണ് വൈജ്ഞാനികമായ സത്യസന്ധത. ആ വൈജ്ഞാനികമായ സത്യസന്ധത പണ്ഡിതന്മാർക്ക് മാത്രമല്ല പാമരന്മാർക്കും ഉണ്ടായിരിക്കണം. അതൊരു ഖുർആനിക നിലപാടാണ്. കൃത്യമായി, വ്യക്തമായി, പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് പറയാനുള്ള ധൈര്യം അത് ജ്ഞാനമാണ്, അറിവാണ്, വിനയമാണ്. അതാ ഖുർആൻ പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിനക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകരുത്. നിശ്ചയം കണ്ണും കാതും ഹൃദയവും എല്ലാം എല്ലാറ്റിനെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അറിയാത്ത കാര്യങ്ങൾ പൂർണ്ണമായും 100% അറിയാത്ത കാര്യങ്ങൾ പറയാത്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 99% ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടാവാം, എന്നിട്ട് തന്നെയാണ് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്. പൂർണ്ണ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോഴും പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ ചങ്കുറപ്പോടെ ധൈര്യത്തോടെ എവിടെ വെച്ചും പറയാനുള്ള ധീരത ഇമാം മാലിക്കിനുണ്ടായിരുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖലായിലൂടെ അത് പ്രകടിപ്പിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഭരണാധികാരികളുടെ മുമ്പിൽ ആർജവത്തോടെ ആ നിലപാട് കൈകൊണ്ടു എന്ന് നമ്മൾ പറഞ്ഞു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതേ നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശ്രേഷ്ഠമായ ജിഹാദ്, ശ്രേഷ്ഠമായ തജ്ദീദ് എന്താണത്? അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയുടെ വാക്ക് പറയലാണ് ഉത്കൃഷ്ടമായ ജിഹാദ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ അഫ്ളലുൽ ജിഹാദ്, അഫ്ളലുൽ തജ്ദീദ്. അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് നിർവഹിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ വലിയ പ്രയാസങ്ങളും അതിന്റെ പേരിൽ വലിയ പരീക്ഷണങ്ങളുമൊക്കെ മറ്റു മദ്ഹബിന്റെ ഇമാമുമാരെ പോലെ തന്നെ അദ്ദേഹവും അനുഭവിച്ചു എന്നുള്ളതാണ്. ഖലീഫ മൻസൂറിന് ജനങ്ങൾ ബൈഅത്ത് ചെയ്തപ്പോ ബൈഅത്ത് ലംഘിക്കുന്നവരുടെ വിവാഹബന്ധം സ്വമേധയാ ദുർബലപ്പെടും എന്നുകൂടി ബൈഅത്തിന്റെ വാചകമായിട്ട് എഴുതി ചേർത്തിരുന്നു. ബൈഅത്ത് ലംഘിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യയുടെ ത്വലാഖായിട്ടത് മാറും, അവരുടെ വിവാഹബന്ധം അതോടുകൂടി വേർപെടും എന്നൊരു വാചകം മൻസൂർ എഴുതി ചേർത്തു, സുസ്ഥിരമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഭരിക്കാൻ. ഒരു കാലത്തും ആളുകൾ ബൈഅത്തിൽ നിന്ന് പിന്മാറാതിരിക്കാനാണ് അദ്ദേഹം അത് എഴുതി ചേർത്തത്. ഈ സമയത്താണ് ഇസ്ലാമികമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ ചെയ്തിക്കെതിരെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ലൈസ ലിമുക്രിഹിൻ ത്വലാഖ്, ഒരാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ത്വലാഖ് ചെയ്യിപ്പിച്ചാൽ അത് ത്വലാഖായി മാറുകയില്ല. സ്വസമ്മതത്തോടു കൂടിയല്ലാതെ സമ്മർദ്ദത്തിന്റെയും ബലാത്കാരത്തിന്റെയും ഇരയാക്കിക്കൊണ്ട് ഒരാളെ ത്വലാഖ് ചെയ്യിപ്പിച്ചാൽ അത് ത്വലാഖായി മാറുകയില്ല എന്നതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വ എന്ന് പറയുന്നത്. പക്ഷേ ആ ഫത്വ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഫത്വയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, നിർബന്ധിപ്പിച്ചുകൊണ്ട് ആരെയെങ്കിലും ബൈഅത്ത് ചെയ്യിപ്പിച്ചാൽ അത് ശർഈയായ ബൈഅത്തായിട്ട് പരിഗണിക്കാൻ സാധിക്കുകയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഫത്വയുണ്ടായതോടുകൂടി ധാരാളം ആളുകൾ ഖലീഫ മൻസൂറിനുള്ള ബൈഅത്ത് പിൻവലിക്കാൻ അത് കാരണമായി എന്നുള്ളതാണ്. അതോടുകൂടി സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇമാം അബൂ ഹനീഫയും ഇമാം ഷാഫിഈയുമെല്ലാം അഭിമുഖീകരിച്ചതുപോലെ വലിയ പരീക്ഷണങ്ങൾ, വലിയ പീഡനങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ചാട്ടവാറ് കൊണ്ട് അടിച്ചടിച്ച് തോളല് വേർപെടുത്തി അദ്ദേഹത്തെ അബ്ബാസി ഭരണാധികാരികൾ ചാട്ടവാറ് കൊണ്ട് അടിച്ച് അദ്ദേഹത്തിന്റെ തോളല് വേർപെടുത്തി, മുഖത്ത് കരിവാരി തേച്ച് കഴുതപ്പുറത്തിരുത്തി അങ്ങാടിയിലൂടെ നടത്തി ഇമാം മാലിക്
ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ അപമാനിച്ചു എന്നുള്ളതാണ്. ധാരാളം പരീക്ഷണങ്ങൾക്കിരയായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഫത്വയെ മാറ്റി പറയാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല, പിൻവലിക്കാൻ തയ്യാറായില്ല. ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണത്തിലും സ്വബറോടെ ഇസ്തിഖാമത്തോടെ മുന്നോട്ട് പോവാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവണമെന്ന വലിയ പാഠമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് എല്ലാവരോടുമായി രണ്ടാമതായും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഏകാധിപത്യ ഭരണകൂടം തകർന്ന വിവരമെല്ലാം വാർത്തകളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന പൈശാചിക രാഷ്ട്രം മുതലെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷവുമുണ്ട്. സിറിയയിൽ നടന്നത് ഒരു ക്രിയാത്മക മാറ്റമായി, വിപ്ലവമായി മാറേണ്ടതുണ്ട്. അതിന് നമ്മൾ ജഗന്നിയന്താവായ പടച്ചവനോട് പ്രാർത്ഥിക്കണം. സിറിയക്കും ഇസ്ലാമിക ഉമ്മത്തിനും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിപ്ലവമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സിറിയയിൽ നടന്ന, ലോകത്ത് മുഴുക്കയും നടക്കുന്ന മാറ്റങ്ങളെ ആ രീതിയിൽ പടച്ചതമ്പുരാൻ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ഹറക്കാത്തുകൾ, സകനാത്തുകൾ മുഴുവൻ അല്ലാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ച വാർത്തയാണ് കേൾക്കുന്നത്. ധാരാളം അപകടങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ മരിച്ച വാർത്ത. അവരിൽ കുട്ടികളിൽ പ്രായപൂർത്തിയായവരുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ അവരുടെ കുഞ്ഞുങ്ങൾ നാളെ പരലോകത്ത് അവരെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം, സ്വർഗത്തിൽ അവരെ കാത്തു നിൽക്കുന്ന സന്തോഷകരമായൊരു നിമിഷത്തിലേക്ക് അവരെ എത്തിക്കുമാറാവട്ടെ. റബ്ബ് തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകി നമ്മെ എല്ലാവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ ഉളുമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് തഖ്വയും ഈമാനും ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന തൊഴിലും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിനും ഉമ്മത്തിനും ഉപകാരപ്പെടുന്ന യുവാക്കളാക്കി അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെ
മക്കളെയും മക്കളെ മാറ്റുമാറാവട്ടെ. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു തആല പൂർവാധികം സ്നേഹവും പരസ്പര സ്നേഹവും അല്ലാഹു തആല ശക്തിപ്പെടുത്തുമാറാവട്ടെ. കുടുംബങ്ങളിൽ അല്ലാഹു സമാധാനം സുസ്ഥിരമാക്കി തരുമാറാവട്ടെ. അല്ലാഹു സന്തോഷം എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്യോഗ വരുമാന കാർഷിക കച്ചവട മേഖലയിലെല്ലാം തന്നെ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹ് ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഗസയിലെയും റഫയിലെയും ലബനാനിലെയും കുഞ്ഞുങ്ങളെ അല്ലാഹുവേ എല്ലാ മക്കളെയും നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ സിരിയയിലും പൂർവാധികം സമാധാനത്തോടു കൂടി ലോകത്തെല്ലായിടത്തും സമാധാനത്തോടും നിർഭയത്വത്തോടും കൂടി ആളുകൾക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരയണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.